നിസ്തുല്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുകയാണ്. നെല്ലിക്കുന്ന് സിയോൻ ബ്രദറൻ സഭയിലെ സഹോദരന്മാരും തൃശ്ശൂർ യൂണിറ്റ് YMEFും ചേർന്ന് ഈ കാച്ചേരിയിൽ ഈ ഭവനാങ്കണത്തിൽ ക്രമീകരിച്ച ഈ യോഗത്തിൽ കടന്ന് വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. പല സഭകളിൽ നിന്ന് കടന്നു വന്ന സഹോദരന്മാരുണ്ട്. ഈ ഭവനം ഈ നിലയിൽ സൗകര്യപ്പെടുത്തി തന്ന പ്രിയ ലിജോയ് സഹോദരനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇത് ഒരു സുവിശേഷ യോഗമാണല്ലോ ഇവിടെ നടത്തപ്പെടുന്നത്. സുവിശേഷം എന്നുള്ളത് മറ്റു ആശയ സംഹിതകളേക്കാൾ മറ്റു ഇസങ്ങളേക്കാൾ വ്യത്യസ്തമായ ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുവിശേഷങ്ങൾ എന്ന് സാധാരണ പറയാറില്ല. ഒരൊറ്റ പേരാണ് സുവിശേഷം. അത് ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം എന്താണെന്ന് ബൈബിൾ നിർവചിച്ചിട്ടുണ്ട്. ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് സുവിശേഷം. യേശുക്രിസ്തുവാണ് സുവിശേഷം. മറ്റ് വിശേഷങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പത്രങ്ങളിലും TV-യിലും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. ഈ ലോകത്ത് സുവിശേഷം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു വിശേഷം, ഏറ്റവും നല്ല ഒരു വാർത്ത എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവും അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമാണ്. ഈ സുവിശേഷമാണ് അതിമഹത്തായ വാഗ്ദത്തങ്ങൾ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ളൂ. ആ വാഗ്ദത്തങ്ങൾ ചിലത് നമുക്കറിയാം. 2 തിമോഥെയോസ് 1:10 നാം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ, അങ്ങനെ വാഗ്ദത്തം ചെയ്യുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആദ്യം യഹൂദനും പിന്നെ യവനനും, യഹൂദനും യഹൂദേതരനായ ഒരാൾക്കും എന്ന് വെച്ചാൽ ലോകത്തിലെ സകല മനുഷ്യർക്കും രക്ഷയ്ക്കായി ദൈവശക്തിയാണ് സുവിശേഷം എന്ന് ബൈബിൾ പറയുന്നത്. മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള മാർഗം എന്താണ് എന്നാണ് സുവിശേഷം പറയുന്നത്. അതുകൊണ്ട് ആ സുവിശേഷം മുൻപോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ആ സുവിശേഷം വെളിപ്പെടുത്തുന്ന
ദൈവത്തിൻ്റെ ചില പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എത്രയും വേഗം എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഏകസത്യ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് പറഞ്ഞ് ഞാനിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. ആദ്യമായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. സമാധാനത്തിന്റെ ദൈവമാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. ഏകസത്യ ദൈവമായ കർത്താവായ യേശുക്രിസ്തു ആ സുവിശേഷം മുൻപോട്ട് വയ്ക്കുന്ന ഏകസത്യ ദൈവം, ആ ദൈവത്തിൻ്റെ നിസ്തുല്യതകളിൽ ചിലത് മാത്രം എടുത്തു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി വിശുദ്ധ ബൈബിളിൽ നിന്ന് നാം വായിച്ചു കേട്ടു, ഈ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ഈ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് സമാധാനമുണ്ടോ? നല്ല കട്ടിലുകളുണ്ട്, ഉറക്കമുണ്ടോ? ജീവിത സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു, പക്ഷേ ആന്തരികമായി ശരിയായ സ്വസ്ഥതയുണ്ടോ? സമാധാനമുണ്ടോ? മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിയുമോ മനുഷ്യർക്ക്? യാതൊരു സമാധാനവുമില്ലാതെ നമ്മുടെ കാച്ചേരി മാത്രമല്ല, കേരളക്കര മാത്രമല്ല, ഇന്ത്യ രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ കണക്കില്ലാത്ത ആശങ്ക പെരുകുകയാണ്. യുദ്ധം ഇന്നൊരു സമാധാന കരാർ ഒപ്പിട്ട് നടപ്പാക്കി തുടങ്ങുന്നുണ്ട്. പക്ഷേ എത്ര സമാധാന കരാറുകൾ നാം കണ്ടതാ? കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ എത്ര സമാധാന കരാറുകൾ രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ ഇവിടെ ഒപ്പിട്ടതാണ്. മനുഷ്യന് സമാധാനം ലഭിക്കുന്നുണ്ടോ? മനുഷ്യന് ശാന്തി ലഭിക്കുന്നുണ്ടോ? മനുഷ്യന് സ്വസ്ഥതയുണ്ടോ? ഈ ലോകം ഒരു മുങ്ങുന്ന കപ്പലാണ്. ഈ ലോകത്തിൽ നങ്കൂരമിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ഈ ലോകം നമുക്ക് സമാധാനം നൽകിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏകസത്യ ദൈവമായ കർത്താവായ യേശുക്രിസ്തു സമാധാനത്തിന്റെ ദൈവമാണ്. ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ വീടുകളിൽ ഇരുന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ സ്പർജൻ സഹോദരൻ പറയുകയുണ്ടായി, ആത്മഹത്യയുടെ ശരാശരിയിൽ സാക്ഷര കേരളമാണ് മുന്നിൽ നിൽക്കുന്നത്. ആത്മഹത്യാ ചിന്തകളുമായിട്ടാണോ നിങ്ങൾ കഴിയുന്നത്? നിരാശ മുറ്റിയ ഒരു ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയുന്ന സമാധാനത്തിന്റെ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് സ്വർഗീയ ദൂതന്മാർ പ്രഖ്യാപനം നടത്തിയത് നമുക്കറിയാം. ലോകത്തിലെ ഒരു മഹാന്റെയും ജനനത്തിങ്കൽ സ്വർഗം ഒരു വാക്കുരിയാടിയിട്ടില്ല, ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് സ്വർഗീയ ദൂത സംഘമാണ് ഭൂമിയിലെത്തിയത്. എന്താണ് കാരണം? യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്ന സ്വർഗത്തിന്റെ പുത്രനാണ്. ആ സ്വർഗീയ ദൂത സംഘം ഈ ഭൂമിയിലെത്തിയിട്ട് അവര് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അതിലിങ്ങനെയാണ് അവർ പറഞ്ഞത്. പെട്ടെന്ന് സ്വർഗീയ സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ സ്വർഗീയ ദൂതന്മാർ
പാട്ടുപാടിക്കൊണ്ട് ഈ ഭൂമിയിൽ വന്നു. മാനവരാശിക്ക് ഒരു സന്ദേശം നൽകി. ഇത് സമാധാനം നൽകുന്ന വ്യക്തിയാണ് ജനിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 750 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് എന്ന പ്രവാചകൻ പ്രവചിച്ചത് നമുക്കറിയാം. യെശയ്യാവ് 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. മൈറ്റി ഗോഡ് ആൻഡ് പ്രിൻസ് ഓഫ് പീസ്. ചിലർ ചോദിക്കും, യേശുക്രിസ്തു ദൈവമാണോ? ആ കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുക്രിസ്തു വീരനാം ദൈവമാണ്, സമാധാന പ്രഭുവാണ്. മനുഷ്യന് സമാധാനം നൽകുമെന്ന് സ്വർഗീയ ദൂതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരേ ഒരു ജനനം യേശുക്രിസ്തുവിന്റെ ജനനമാണ്. മാത്രമല്ല, ദൂതന്മാര് പിന്നെയും ഒരു കാര്യം പറഞ്ഞു, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം മഹാസന്തോഷം നൽകുന്ന ജനനമാണ്, സമാധാനം നൽകുന്ന ജനനമാണ്. യേശുക്രിസ്തു സമാധാനത്തിന്റെ ദൈവമാണ്. നമുക്കറിയാം, ഇവിടെ തൊട്ടടുത്ത് കുട്ടനെല്ലൂര് ഹൈലൈറ്റ് മാള് കേരളത്തിലെ വലിയ മാളുകളിൽ ഒന്ന് വന്നിട്ടുണ്ട്. അവിടെ വലിയ തിരക്കാണെന്നാണ് പറഞ്ഞു കേട്ടത്. സമാധാനം കിട്ടുമോ? അവിടെ ചെന്നാൽ സമാധാനം മേടിക്കാൻ കിട്ടുമോ? ഈ കേരളത്തിൽ ഒരുപാട് മാളുകളുണ്ടല്ലോ. എവിടെ നിന്നെങ്കിലും സന്തോഷം മനുഷ്യന് ലഭിക്കുമോ? സമാധാനം മനുഷ്യന് ലഭിക്കുമോ? സമാധാനം യേശുക്രിസ്തുവിന്റെ പാലാന്തികയാണുള്ളത്. പ്രിയപ്പെട്ടവരെ, കാച്ചേരിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമാധാനമുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നമുക്കറിയാം വയനാട്ടിൽ ഒരു രാത്രി ചില മിനിറ്റുകൾ കൊണ്ട് ഒഴുകിപ്പോയ, മരിച്ചുപോയ നൂറുകണക്കിന് ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേര് പുഞ്ചിരിമട്ടം എന്നാണ്. പുഞ്ചിരിമട്ടം. പുഞ്ചിരിമട്ടം എത്ര പെട്ടെന്നാണ് വലിയ കരച്ചിലുള്ള, മരണം വന്ന് താണ്ഡവമാടിയ ഒരു സ്ഥലമായി മാറിയത്. ഇവിടുത്തെ പുഞ്ചിരിമട്ടങ്ങളും ഇവിടുത്തെ പാപത്തിന്റെ നൈനിമിഷിക സുഖങ്ങളും ഈ ലോകം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന സകലവും ഇല്ലാതെയായി തീരും. ലോകം തരുന്ന പുഞ്ചിരികളൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോകും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്ന് യേശു പ്രസംഗിച്ചു, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ. എന്ന് വെച്ചാൽ എന്താണ്? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ എന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ആ ഉത്സവം നടക്കുകയായിരുന്നു. ആ ഉത്സവം ഇത്ര ദിവസം നടത്തിയിട്ടും അവരുടെ ദാഹം മാറിയില്ല. എന്തിനോ വേണ്ടി അവർ ഉത്സവങ്ങൾ നടത്തി, എന്തിനോ വേണ്ടി അവർ ആഗ്രഹിച്ചു. അവരുടെ ദാഹം മാറുമെന്ന് അവര് വ്യാമോഹിച്ചു, പക്ഷേ അവരുടെ ദാഹം മാറിയില്ല. മതങ്ങൾ, ഉത്സവങ്ങൾ നമ്മുടെ ദാഹം മാറ്റുകയില്ല, നമുക്ക് സമാധാനം നൽകുകയില്ല. ഈ ലോകം നമുക്ക് സമാധാനം നൽകുകയില്ല. ഇവിടുത്തെ പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് സമാധാനം നൽകുകയില്ല. പകരം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ കാരാഗ്രഹത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന ഇസങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കാച്ചേരിയെ, യഥാർത്ഥ സമാധാനത്തിന്റെ ദൈവം, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമാധാനമുള്ള ഒരു ജീവിതം നൽകുവാൻ കഴിയുന്ന ഏക സത്യ ദൈവം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. സുവിശേഷം വെളിപ്പെടുത്തുന്ന ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്.
മാത്രമല്ല, അടുത്തതായിട്ട് ഈ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് 116 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യം വായിക്കാം. 116 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യം. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു സമാധാനം നൽകുന്ന ദൈവം ആണെന്ന് മാത്രമല്ല, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവമാണ്. നിന്റെ ബന്ധനങ്ങളെ, പിശാച് നിന്റെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന ഊരാ കുടുക്കുകളെ അഴിക്കുന്ന ദൈവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ സമാധാനം കണ്ടെത്തുവാനുള്ള ഏക മാർഗം കർത്താവായ യേശുക്രിസ്തുവാണ്. ചില ആളുകൾക്കൊക്കെ ഈ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരാകുവാനുള്ള ആഗ്രഹമുണ്ട്. മദ്യപാനികളായിട്ടുള്ള ആളുകൾ, നമ്മൾ വിചാരിക്കും അവർക്ക് ഉള്ളിൽ ആഗ്രഹം ഇല്ല, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നേടണം എന്ന ആഗ്രഹമില്ല എന്ന് വിചാരിക്കും. ചിലർക്കില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഭൂരിഭാഗം പേർക്കും ഈ മദ്യപാനത്തിൽ നിന്ന് ആ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നേടണം എന്ന ആഗ്രഹമുള്ളവരാണ്. ഇന്ന് താമരശ്ശേരിയിൽ മകൻ ഉമ്മയെ വെട്ടിക്കൊന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ വടക്കൻ പറവൂരിലെ ചേന്നമംഗലത്ത് ഋതു എന്ന 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിലെ 3 ആളെ വെട്ടിക്കൊന്നു. ഒരാൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട്. ലഹരിയുടെ നിലയില്ലാ കയത്തിലേക്ക് സാക്ഷര കേരളത്തിന്റെ ചെറുപ്പക്കാർ വീണുപോയി കഴിഞ്ഞു. പഴയ നാട്ടിൻപുറത്തെ കള്ള് ഷാപ്പിന്റെ കഥയല്ല ഇന്നത്തെ കഥ. കള്ളും ലഹരി തന്നെയാണ്, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ മാരകകരമായ സിന്തറ്റിക് ലഹരികൾ അരങ്ങ് വാഴുന്ന ഒരു നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പഞ്ചസാരത്തരി ഉണ്ടല്ലോ, പഞ്ചസാരത്തരിയുടെ 2 പഞ്ചസാരത്തരിയുടെ അത്രയും ഭാരമുള്ള അല്ലെങ്കിൽ അത്രയും കുറച്ച് MDMA ഒരാൾ എടുക്കുകയാണെങ്കിൽ 48 മണിക്കൂർ, ഈ 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഈ ലഹരി പദാർത്ഥം ആ മനുഷ്യന് കിട്ടിയില്ല എങ്കിൽ അവന് കൊടുവാളെടുക്കും. അതാണ് ഉമ്മയെ മകൻ കൊല്ലുവാൻ കാരണം. പൈസ ആവശ്യത്തിന് കൊടുത്തില്ലെങ്കിൽ ഇത്രയും ഈ 2 തരി പഞ്ചസാരത്തരിയുടെ വലിപ്പമുള്ള MDMAക്ക് 2000 രൂപയാണ്. ഈ 2000 രൂപ ഓരോ 48 മണിക്കൂറിലും കൊടുക്കുവാൻ ഒരു വീട്ടുകാർക്ക് കഴിയുമോ? കഴിയുകയില്ല. അപ്പോൾ അവൻ കൊടുവാളെടുക്കും. അമ്മയെയാണെങ്കിലും അപ്പനെയാണെങ്കിലും ആരെയാണെങ്കിലും അവൻ കശാപ്പ് ചെയ്യും. ഈ ബന്ധനത്തിൽ കിടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ സകല ബന്ധനങ്ങളെയും അഴിക്കുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. നിങ്ങളുടെ മദ്യപാനാസക്തിയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. നിങ്ങൾക്ക് സമാധാനം നൽകി നിങ്ങളുടെ ബന്ധനങ്ങളെ അറുത്തുമാറ്റുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. മദ്യപാനത്തെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ സദൃശ്യവാക്യം 23-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്കാവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കഞ്ചുവപ്പ്. ഉത്തരം അവിടെ തന്നെ പറയുന്നു: വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം പോക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുന്നവർക്കും തന്നെ.
വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് അണലി പോലെ കൊത്തും. മദ്യത്തെ ഉപമിച്ചിരിക്കുന്ന ഒരു പാമ്പാണ് അണലി, നീർക്കോലി അല്ലാട്ടോ. മദ്യപാനം എന്ന് പറയുന്നത് വിഷരഹിതമായ ഒരേർപ്പാടല്ല, നാശമില്ലാത്ത ഒരേർപ്പാടല്ല. അണലി ഒടുക്കം അത് അണലി പോലെ കൊത്തും. അണലിയുടെ ഒരു സ്വഭാവമുണ്ട്. മൂർഖനൊക്കെ ആണെങ്കിൽ അത് പത്തി വിടർത്തിയൊക്കെ ഒന്ന് ആളുകളെ കാണിക്കും. അതവിടെ ഉണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്, വിഷമൊക്കെ ഉണ്ടെങ്കിലും. അണലിയുടെ പ്രത്യേകത, അണലി അവിടെ ഉണ്ടെന്ന് നാം ആരും അറിയുകയില്ല. അണലി പതുങ്ങിക്കിടക്കും, പക്ഷെ അതിന്റെ അവസരം വരുമ്പോൾ അത് ആഞ്ഞു കൊത്തും. ആഞ്ഞു കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പാണ്. അതാണ് അണലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അണലി പോലെ മനുഷ്യനെ കൊത്തുന്നതാണ് മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം. അതൊരു ദിവസം നിങ്ങൾ അറിയും. അതിന്റെ ഭവിഷ്യത്തുകൾ തിരിച്ചറിയുമ്പോൾ ജീവിതം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാതെ ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടുണ്ടാകും. ഇത് തിരിച്ചറിയണമേ പ്രിയപ്പെട്ടവരെ. കാച്ചേരിയിലെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, ഇവിടെ റോട്ടിലാണ് ഞങ്ങളുടെ സഹോദരന്മാർ ഇരിക്കുന്നത്. ഇത്രയും സൗകര്യം ചെയ്തു തന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ഞങ്ങൾക്ക് വളരെ സ്നേഹമുണ്ട്. നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. അണലി പോലെ കൊത്തി നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ പ്രാപ്തമായ ലഹരിയുടെ ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകണമേ. ഈ വലിയ പാശങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകണമേ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. കൗമാരക്കാരായ മക്കൾ നേർവഴിക്ക് വരട്ടെ. അസമാധാനത്തിന്റെ പുകച്ചുരുളുകൾ ഉയരുന്ന നിങ്ങളുടെ കുടുംബാന്തരീക്ഷം. യേശുക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ ഒരു മനുഷ്യന്റെ വീടടക്കം ആനന്ദിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. നിങ്ങളുടെ വീടിനെ സന്തോഷത്തിൽ മുക്കുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. നിങ്ങളുടെ ബന്ധനങ്ങളെ മാറ്റുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. സദൃശവാക്യം തന്നെ 23-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഞാൻ ഇനിയും അത് തന്നെ തേടും, ഞാൻ അത് തന്നെ തേടും എന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. മദ്യപാനിയായ മനുഷ്യൻ പറയുകയാണ്. അതാണ് ബന്ധനം. അവനിതെല്ലാം അറിയാം. ഇത് ദോഷമാണെന്ന് അവനറിയാം. അവന്റെ ആന്തരിക അവയവങ്ങളെ മുച്ചൂടം തകർക്കുന്നതാണ് ഇതെന്നവനറിയാം. എല്ലാം അവനറിയാം. പക്ഷേ ആ ലഹരിയുടെ നീരാളി പിടുത്തം അവനെ വരിഞ്ഞു മുറുക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്കത് വേണം, ഞാൻ ഇനിയും അത് തന്നെ തേടും. 5 മണിക്ക് പണി വയ്ക്കുവാൻ, പണി നിർത്തുവാൻ അവൻ കാത്തിരിക്കുകയാണ്. വലിയ കൂലി ലഭിക്കുന്ന നമ്മുടെ നാട്ടിൽ ആ പണം മുഴുവൻ ബിവറേജ് ഷോപ്പിന്റെ മേശകളിൽ കുമിഞ്ഞുകൂടുകയാണ്. നമ്മുടെ വീർപ്പിന്റെ വില വല്ലവന്റെയും മേശയിലെത്തുകയാണ്. നമ്മളുടെ മക്കൾ അനുഭവിക്കേണ്ടത് വല്ലവനും കൊണ്ടുപോവുകയാണ്. എന്താ കാരണം? ഞാൻ ഇനിയും അത് തന്നെ തേടും, എനിക്കത് വേണം. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ അവർ ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടായാലും ശരി, എത്ര പേരെ കൊന്നിട്ടായാലും ശരി, എനിക്കത് വേണം. ബന്ധനം, ബന്ധനം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നാശകരമായ ബന്ധനത്തിൽ നിന്ന്, മയക്കുമരുന്നുകൾ, മദ്യം, മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ ഉപയോഗമാകുന്ന ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കി സമാധാനം നൽകുവാൻ കഴിയുന്ന ഏക വ്യക്തിവിശേഷമാണ് കർത്താവായ യേശു
ക്രിസ്തു. മാത്രമല്ല, ഗലാത്യലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നിങ്ങളുടെ ശാപമേറ്റെടുത്ത് ക്രൂശിൽ മരിച്ച് നിങ്ങളുടെ ശാപം മാറ്റുവാൻ, ചിലരൊക്കെ പറയും എന്തോ ഒരു ശാപം കിട്ടിയ പോലുണ്ട്. ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ അങ്ങനെ ആളുകൾ പറയുന്ന ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. എത്ര വലിയ ശാപത്തെയും എത്ര വലിയ ബന്ധനത്തെയും അഴിക്കുവാൻ പ്രാപ്തനാണ് കർത്താവായ യേശുക്രിസ്തു. ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ഈ ദൈവം ബന്ധനങ്ങളെ അറുത്തുമാറ്റുന്ന ദൈവമാണ്. ഈ ദൈവം നിങ്ങളുടെ ശാപം മാറ്റുന്ന ദൈവമാണ്. നിങ്ങൾ തുഴയുന്നിടത്തേക്കല്ലാതെ നിങ്ങളെ ഒഴുക്ക് കൊണ്ടുപോകും, ലഹരിയുടെ ഒഴുക്ക്. നിങ്ങൾ വിചാരിക്കും ആ കരയിൽ എനിക്കെത്താം. എന്നാൽ ലഹരിയുടെ ആ ഒഴുക്കുണ്ടല്ലോ, നിങ്ങൾ ലക്ഷ്യം വെക്കുന്നിടത്തേക്കല്ലാതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് തരാതെ ആണലി പോലെ നിങ്ങളെ വഞ്ചിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശുക്രിസ്തു സമാധാനത്തിന്റെ ദൈവമാണെന്നും ബന്ധനങ്ങളെയും ശാപങ്ങളെയും മാറ്റുന്ന ദൈവമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തുവിൽ ശരണം പ്രാപിക്കുവാൻ കാച്ചാരിയിലെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ അകത്തിരുന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ ശാപങ്ങളെ മാറ്റും. നിങ്ങളുടെ ബന്ധനങ്ങളെ മാറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കിയതായിട്ട് വായിക്കുന്നുണ്ട്. അതൊരു രോഗബന്ധനമായിരുന്നു. വലിയ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് അവസരമുണ്ട്. അത് മറ്റു ധ്യാന കേന്ദ്രങ്ങളും മറ്റിടങ്ങളും ഒക്കെ സൗഖ്യം തരുമെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോകുകയല്ല. പ്രത്യുത കർത്താവായ യേശുക്രിസ്തു സൗഖ്യദായകനായ ദൈവമാണ്. രോഗബന്ധനങ്ങളെയും അഴിക്കുന്ന ദൈവമാണ്. കാച്ചാരിയെ നിങ്ങളുടെ സകല ബന്ധനങ്ങളെയും അഴിക്കുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ലോകം നിങ്ങൾക്കുണ്ടാക്കി വച്ചിരിക്കുന്ന പൂട്ടുകൾ, അതിന്റെ എല്ലാം താക്കോൽ യേശുക്രിസ്തുവിന്റെ കയ്യിലുണ്ട്. ലോകം നിങ്ങളെ അസമാധാനത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നു, മദ്യത്തിന് അടിമപ്പെടുത്തിയിരിക്കുന്നു, മറ്റു പല പാപങ്ങളും നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം പൂട്ടുകളെ തുറന്ന് നിങ്ങളെ സ്വതന്ത്രനാക്കുവാനുള്ള താക്കോൽ, ആ താക്കോലുള്ളവനാണ് യേശുക്രിസ്തു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. നിങ്ങളുടെ ബന്ധനങ്ങളാകുന്ന പൂട്ടുകളെ തുറന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നൽകുവാൻ കഴിയുന്ന ഏക സത്യ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. സദൃശവാക്യം 31-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്ക. ആരാണ് മദ്യം കഴിക്കുന്നത്? നശിക്കുമാറായിരിക്കുന്നവൻ. ഏറെക്കുറെ നാശം അടുത്താണ്. ഏറെക്കുറെ നാശം അടുത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിലപ്പെട്ട ജീവിതം നാശത്തിന്റെ വക്കിലാണ്. തിരിച്ചു വരുവാൻ സമയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിക്കപ്പെട്ടത്.
നിങ്ങളെ മാടി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, മുടിയൻ പുത്രൻ എന്ന് പരക്കെ വിളിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂട്ടുകാരുടെ കൂടെ ആർമാദിച്ചു സുഖിച്ചു ജീവിച്ചു. കുറെ കാലം കഴിഞ്ഞു, കൊണ്ടുപോയ സമ്പത്തെല്ലാം നശിച്ചു. ആരും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. ആ ചെറുപ്പക്കാരന്റെ കൂട്ടുകാരെല്ലാം അദ്ദേഹത്തെ വിട്ടുപോയി. അദ്ദേഹം വിചാരിച്ചു, ലോകത്തിന് ആരുമില്ല, അപ്പന്റെ കയ്യിൽ നിന്നുള്ള സമ്പത്തൊക്കെ മേടിച്ചിട്ടാണ് പോയത്, ഇനി ആരുമില്ല. എന്നാൽ അദ്ദേഹത്തിന് സുബോധം വന്നപ്പോൾ അപ്പന്റെ അടുക്കലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അപ്പന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം വിചാരിച്ചത് ആരുമില്ലായിരുന്നു. പക്ഷേ അപ്പനുണ്ടായിരുന്നു. അവനെ ദൂരത്ത് നിന്ന് കണ്ട് അവനെ മനസ്സിലാക്കി അവനെ കൊണ്ടുവന്ന് അവന് ഭക്ഷണമൊരുക്കി അംഗീകാരത്തിന്റെ മോതിരമിട്ട് അവന് പുത്രത്വം നൽകി സ്വീകരിപ്പാൻ അവന്റെ അപ്പനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന പിതാവായ ദൈവമുണ്ട്. ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും, ആരൊക്കെ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും, മദ്യപന്മാരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. ആ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ശരിയാണല്ലോ, ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന മനുഷ്യനാണ്. ശരിയാണ്, സങ്കടങ്ങളും വേദനകളും ഒക്കെ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ടാകും നിങ്ങൾ മദ്യപിക്കുന്നത്, അതുകൊണ്ടാകും ലഹരി ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാവും നിങ്ങൾ ഇങ്ങനെ നിരാശനായി ജീവിക്കുന്നത്. ശരിയാണ്, പക്ഷേ ഇതെല്ലാം മാറ്റി നിങ്ങളെ സ്വീകരിപ്പാൻ സ്നേഹവാനായ ഒരു പിതാവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഹൃദയമിടിപ്പുകൾ അറിയുന്ന, ആർക്കും അറിയാത്ത സങ്കടങ്ങൾ അറിയുന്ന, നിങ്ങളുടെ ഹൃദയവേദനകൾ അറിയുന്ന, നിരാശകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരൊക്കെ ഒരു ഘട്ടം വന്നാൽ വിട്ടുപോകും കേട്ടോ. മേല് തട്ടുന്ന ഒരു പ്രശ്നം വന്നാൽ കൂട്ടുകാരൊന്നും ഉണ്ടാവില്ല. ഒരാന കുത്താൻ വന്നു എന്ന് വിചാരിക്കുക, കുത്തുകൊണ്ടവൻ അവിടെ കിടക്കും, ബാക്കിയുള്ളവര് സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ ഓടിപ്പോകും. സ്വന്തം ജീവനും സ്വന്തം കാര്യവും വരുമ്പോൾ മനുഷ്യരൊക്കെ മാറിപ്പോകും, ഏതു കാര്യത്തിലായാലും. എന്നാൽ മാറിപ്പോകാതെ, വിട്ടുപോകാതെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ബന്ധനങ്ങളെ മാറ്റി നിങ്ങൾക്ക് സ്വസ്ഥതയും സ്വാതന്ത്ര്യവും നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സമാധാനത്തിന്റെ ഒരു ദൈവമുണ്ട്. അടുത്തതായി സങ്കീർത്തനം 85:4 വാക്യം വായിക്കാം. ഈ ദൈവത്തിന്റെ മറ്റൊരു സവിശേഷത അവിടെ പറയുന്നുണ്ട്. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. ഒന്നാമതായി ഞാൻ പറഞ്ഞു, സമാധാനത്തിന്റെ ദൈവം. സമാധാനത്തിന്റെ ദൈവം. രണ്ടാമതായി, ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം. മൂന്നാമതായി, യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. ചില ആളുകളുണ്ട്, അവർക്ക് സുവിശേഷത്തിന്റെ ഒരു രുചിയൊക്കെ കിട്ടിയിട്ടുണ്ട്, യേശുക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഒരിക്കൽ രക്ഷയുടെ അനുഭവമുള്ളതാണ്, പക്ഷെ പിന്മാറിപ്പോയി. അവരിപ്പോൾ ആ പിന്മാറ്റത്തിൽ ജീവിക്കുന്ന ആളുകൾ. അതൊരു സുഖം തോന്നും.
പിന്മാറ്റത്തിൽ ജീവിക്കുമ്പോൾ അതിനൊരു സുഖം തോന്നും. അതും ഈ രക്ഷിക്കപ്പെടാത്ത ആളും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. ഈ പാപങ്ങളൊക്കെ ഈ പിന്മാറ്റക്കാരൻ്റെ ജീവിതത്തിലും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. The God of restoration. ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ഈ ദൈവം ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവമാണ്. ഈ ദൈവം യഥാസ്ഥാനത്തിന്റെ ദൈവമാണ്. 2 പത്രോസ് 2:15 ഇങ്ങനെ വായിക്കുന്നു: അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തല്ലോ. ഒരു കാലത്ത് യേശുക്രിസ്തുവിന്റെ പ്രവാചകനായി ജീവിച്ച ഒരാളാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മനുഷ്യൻ പ്രവാചകനായി ജീവിച്ച ഒരാളാണ്. ഒരു കാലത്ത് വലിയ ആത്മീക മുന്നേറ്റത്തിൽ ജീവിച്ച, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സന്തോഷമായി പോയിരുന്ന പല വ്യക്തികളും പല കുടുംബങ്ങളും ഇന്ന് നേർവഴി വിട്ട് തെറ്റി ബിലിയാമിന്റെ പാതയിലാണ് പോയത്. ഒരു കഴുത സംസാരിച്ചു അവനോട്. ഉരിയാടാ കഴുത മനുഷ്യവാക്കെടുത്ത് സംസാരിച്ചു എന്നവിടെ വായിക്കുന്നു. എന്നിട്ടും അവൻ അതനുസരിക്കാൻ തയ്യാറായില്ല. അവനുണ്ടായ അനുഭവം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കുന്നവരായ ഞങ്ങളെ കഴുതുകളെന്ന് കണ്ടോളൂ. ചിലർ കളിയാക്കാറുണ്ട്. വഴിവക്കിലൊക്കെ നിന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ, കാലത്ത് തന്നെ ഇറങ്ങിക്കോളും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞങ്ങളത് കാര്യമാക്കാറില്ല. പക്ഷേ നേർവഴി വിട്ട് തെറ്റിയ ആ മനുഷ്യന്റെ ബുദ്ധിഭ്രമത്തെ തടുക്കുവാൻ കഴുതയാണ് ഉപയോഗിക്കപ്പെട്ടത്. ഇന്ന് ഈ കഴുതകളാകുന്ന ഞങ്ങൾ, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇവരിങ്ങനെ ഇത്രയും പേര് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ്, ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഏതൊക്കെ ഉത്സവങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു, എവിടെയൊക്കെയോ പള്ളിപ്പെരുന്നാളുകൾ നടക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ സുവിശേഷത്തിന് വേണ്ടി നടക്കുന്നു. അതിന് കാരണമുണ്ട്. ഈ ദൈവം യഥാസ്ഥാനത്തിന്റെ ദൈവമാണെന്ന് നിങ്ങളോട് പറയാനാണ് ഞങ്ങൾ ഈ പന്തലിട്ട് ഇവിടെ പ്രസംഗിക്കുന്നത്. ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണെന്നും ഈ ദൈവം ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവമാണെന്നും പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 60-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്: നീ കോപിച്ചിരിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഈ യഥാസ്ഥാനപ്പെടാത്ത ആളുകളുടെ വിചാരം കുഴപ്പമൊന്നുമില്ല എന്നാണ്. ദൈവം കോപിച്ചിട്ടാണ് നിൽക്കുന്നത്. കോപിച്ചിട്ടാ നിൽക്കുന്നതെങ്കിലും നിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. ചില മക്കളൊക്കെ വലിയ കുറുമ്പ് കാണിച്ച് നല്ല ദേഷ്യം വന്നാലും വടിയെടുത്താലും തല്ലാതെ കുറച്ച് ഒഴിവാക്കി വിടുന്ന മാതാപിതാക്കളുണ്ടല്ലോ. ദൈവം കോപിച്ചിട്ടാണ് നിൽക്കുന്നത്. നീ വിചാരിച്ചിരിക്കുന്നത് എന്താ? ദൈവം അറിയുന്നില്ല എന്നാണോ? ദൈവം ഇതൊന്നും കാണുന്നില്ല എന്നാണോ? ദൈവം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാണോ? അല്ല, തെറ്റിദ്ധരിക്കേണ്ട. ദൈവം കോപിച്ചിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. അതുകൊണ്ട് തിരിച്ചു വാ, മടങ്ങി വാ. ദൈവം ഈ 2025 ആരംഭ മാസത്തിൽ നിന്നെ എത്തിച്ചില്ലേ? ദൈവം കരുണ കാണിച്ചില്ലേ? നിന്റെ മൂക്കിൽ ഇപ്പോൾ ശ്വാസമുണ്ടല്ലോ. നശിക്കുന്നതിന് മുമ്പ് മടങ്ങി വാ. യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ബന്ധനങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. സമാധാനം നൽകുന്ന ഒരു ദൈവമുണ്ട്.
2 പത്രോസ് 2 നേർവഴി വിട്ട് തെറ്റിയ ബിലിയാമിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തൊട്ട് മുമ്പിൽ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പാപം കണ്ടവർ തൃപ്തി പെടാതിരിക്കുന്നു, നിനക്ക് നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അണലി കൊത്തുന്നതിന് മുമ്പ് നീക്കുപോക്കില്ലെന്ന് ദൈവം തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, ഇവൻ അതിർവരമ്പുകൾ ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ദൈവം വിചാരിക്കുന്നതിന് മുമ്പ് മടങ്ങി വാ, നിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേട്, നിന്റെ ആ പിശാചിന്റെ അടിമനുഖത്തിൽ നിന്ന് നീ സ്വാതന്ത്ര്യം പ്രാപിക്കേ. ഈ ബന്ധനങ്ങളെ മാറ്റി സ്വതന്ത്രനായി അകൃത്യഭാരം മാറി നിവർന്നു നിൽക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു ദൈവമുണ്ട്. സമൂഹത്തിനും കുടുംബത്തിനും നാടിനും നാട്ടാർക്കും കൊള്ളാകുന്നവനായി നിന്നെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്, ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവമാണ്, ശാപങ്ങളെ മാറ്റുന്ന ദൈവമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മർക്കോസ് 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ അധികാരമുള്ള ദൈവം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമാധാനത്തിന്റെ ദൈവം, ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം, യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം, പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ള ദൈവം. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് കാണിക്കേണ്ടതിന് ആ പക്ഷപാതക്കാരനോട് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. ദീർഘനാളുകളായി 4 ആൾ ചുമന്നുകൊണ്ട് വന്ന ആ പക്ഷപാത രോഗി ഒരു കിടക്കയും ചുമന്നുകൊണ്ട് ശക്തമായ കാൽപാദങ്ങളുമായി സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് യേശുക്രിസ്തുവിന്റെ പാപമോചനത്തിനുള്ള അധികാരത്തെ കാണിക്കുന്നു. കാച്ചാരിയെ, യേശുക്രിസ്തുവിന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട്. കാരണം എന്താണ്? പാപമില്ലാത്ത ഒരു വ്യക്തിവിശേഷമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു ഒഴികെ ഒരു വ്യത്യാസവുമില്ല. ഇന്ത്യക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ ഈ ലോകത്തുള്ള 800 കോടിയിലധികം വരുന്ന സകല മനുഷ്യരും പാപികളാണ്. ബൈബിൾ തീർത്തു പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. കാരണം അപ്പോസ്തലപ്രവൃത്തി 17:26 ഇങ്ങനെ വായിക്കുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ഉൽപ്പത്തി 3:20 നാം വായിക്കുന്നു, അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. ഒരുത്തനിൽ നിന്ന് ഭൂമിയിൽ കുടിയിരിക്കുന്ന സകല മനുഷ്യരും ഉണ്ടായി. കാച്ചേരിയിലെ പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങൾക്ക് മുൻപരിചയമില്ലായിരിക്കാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ആളുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മളൊക്കെ ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ഒരപ്പന്റെ മക്കളാണ്. നമ്മുടെ ഹൃദയം മിടിക്കുന്നത് ഒരുപോലെയാണ്, നാം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് ഒരുപോലെയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ രൂപം ഒരുപോലെയാണ്, നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സൂര്യനും ചന്ദ്രനും ഒന്നാണ്. ആദമിന്റെ മക്കളാണ് നാം എല്ലാവരും. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു,
ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നു. ആദമിൽ നിന്ന് ജനിച്ച മനുഷ്യരെല്ലാവരും പാപികളാണ്. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, ഞാൻ അകൃത്യത്തിൽ ഉരുവായി. നമ്മളിവിടെ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും പാപികളാണ്. ജീവനുള്ള എല്ലാവർക്കും മാതാവ് ഹൗവയാണ്, ഒരപ്പന്റെ മക്കളാണ്. മഹാത്മാഗാന്ധി മഹാനായ മനുഷ്യനാണ്. സത്യം, അതാണ് എൻ്റെ മതം, എൻ്റെ ദൈവം എന്ന് പഠിപ്പിച്ച മനുഷ്യനാണ്. സത്യം, അഹിംസാമന്ത്രം ഉരുവിട്ട മനുഷ്യനാണ്. ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുതെന്ന് പഠിപ്പിച്ച മനുഷ്യനാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹിമാലയ സമാനമായ പാപം എന്നിൽ കുടികൊള്ളുന്നുണ്ട്. സത്യസന്ധനായ മഹാത്മാഗാന്ധി തുറന്നെഴുതിയിരിക്കുകയാണ്, ഹിമാലയ സമാനമായ പാപം എന്നിൽ കുടികൊള്ളുന്നുണ്ട്. ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുതെന്ന് പഠിപ്പിച്ച ബ്രിട്ടീഷുകാരുടെ നിറുതോക്കുകൾക്ക് മുന്നിൽ തിരിച്ചങ്ങോട്ട് യുദ്ധം ചെയ്യരുത്, അഹിംസാ മന്ത്രം ഉരുവിട്ട് പഠിപ്പിച്ച മനുഷ്യൻ പറയുകയാണ്, ഞാനൊരു പാപിയാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപമൊഴികെ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ പാപമില്ലാത്ത പരിശുദ്ധനായ ഏക സത്യദൈവം. ഏക സത്യദൈവം, പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം. ആ യേശുക്രിസ്തു പാപം മോചിക്കുവാൻ അധികാരമുള്ള ദൈവമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ഏക യാഗമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഒരുപാട് യാഗങ്ങളും യോഗങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതൊന്നും പാപത്തിന് പര്യാപ്തമല്ല, പാപപരിഹാരം നൽകുന്നതല്ല. ഏക യാഗം മാത്രമേ പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഭൂപരപ്പിൽ നടന്നിട്ടുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയ യാഗം നടത്തിയത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അത് സദാകാലത്തേക്ക്. ബൈബിളിൽ ഒരു വാക്കുണ്ട്, ഇനി ജനിപ്പാനിരിക്കുന്ന തലമുറയ്ക്കും, ജനിച്ചു മരിച്ചുപോയ മനുഷ്യർക്കും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും ഇതുവരെ ജനിച്ചിട്ടില്ല ജനിക്കാൻ പോകുന്ന മനുഷ്യർക്കും ഒരൊറ്റ നാമമേ പാപപരിഹാരത്തിനായിട്ടുള്ളൂ. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലൻ പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒന്നിലധികം നാമങ്ങളില്ല, ഒരൊറ്റ പേര്, ഒരൊറ്റ നാമം. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് പരിഹാരം തരും. ഞാൻ എന്താ ചെയ്യേണ്ടത്? സദാകാലത്തേക്കുമുള്ളത് ചെയ്തു കഴിഞ്ഞു, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. എല്ലാം നിവർത്തിയായി. ഇനി എന്ത് ചെയ്യണം? റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, നിങ്ങളുടെ ബന്ധനങ്ങൾ മാറ്റി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടതിന് വേണ്ടി, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച ഈ സ്നേഹവാനായ ദൈവത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ കർത്താവായി, ദൈവമായി, ഏകസത്യ ദൈവമായി നീ സ്വീകരിക്കണം.
എന്തൊരു സ്നേഹവാനായ ദൈവമാണ്. വേറെ ഒരു വ്യവസ്ഥയുമില്ല, വേറെ ഒരു കർമ്മവും പറയുന്നില്ല. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതൊന്നും ദൈവം നൽകുന്നില്ല. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നാണ് മരിക്കുക എന്ന് അറിഞ്ഞുകൂടാ. മരിച്ചതിന് ശേഷം തത്ത പറന്നു പോയിട്ട് കൂടടച്ചിട്ട് കാര്യമില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ കൂടി മതപുരോഹിതന്മാരെയൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലും കർമ്മം നടത്തിയത് കൊണ്ട് പ്രയോജനമില്ല. ബൈബിൾ പറയുന്നു, ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. സ്നേഹവാനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഈ ദൈവം നിങ്ങളുടെ ബന്ധനങ്ങളെ മാറ്റി നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നൽകും, പാപമോചനം നൽകും. എപ്പോൾ മരിച്ചാലും മരണശേഷം കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തും. നാശമില്ലാത്ത, നേരത്തെ പറഞ്ഞല്ലോ, സുവിശേഷം നിമിത്തം ജീവനും അക്ഷയതയും നൽകും. അക്ഷയത എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയമില്ലാത്തത്. സുവിശേഷം നിങ്ങൾക്ക് ക്ഷയമില്ലാത്ത, നാശമില്ലാത്ത, അവസാനമില്ലാത്ത ഒരു ജീവിതം യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ നൽകും. ഇത് വാക്കുമാറുന്ന രാഷ്ട്രീയ നേതാവിന്റെ വാക്കല്ല. ഈ ആകാശം മാറിപ്പോയാലും ഈ ഭൂമി മാറിപ്പോയാലും മാറിപ്പോകാത്ത, ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാത്ത വിശുദ്ധ ബൈബിൾ പറയുന്ന വാക്കാണ്. അതുകൊണ്ട് ഈ മനോഹരമായ രാത്രിയിൽ ഇത്ര അനുഗ്രഹീതമായ സൗകര്യപ്രദമായ ഒരു സമയം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദൈവത്തെ സ്വീകരിക്കുവാൻ, മതം മാറണമെന്നല്ല പറയുന്നത്, മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യണമെന്നല്ല പറയുന്നത്, വിശ്വസിക്കുന്ന ഏവനും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏവനും, മുഖപക്ഷമില്ലാത്ത ദൈവം, നിങ്ങളുടെ ജാതിയോ മതമോ നിറമോ വിദ്യാഭ്യാസമോ നിങ്ങളുടെ വീടിന്റെ വലിപ്പമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. ഈ ദൈവം സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുന്നു. യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായിട്ട് സ്വീകരിച്ച് ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിടുവാൻ, സന്തോഷമുള്ള, പ്രത്യാശയുള്ള, മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നൊക്കെ വിടുതൽ നേടിയ പ്രിയ സ്പർജൻ സഹോദരൻ എന്നോട് പറഞ്ഞത്, ഈ ഒരു പ്രദേശത്ത് മാത്രം 300-ൽ താഴെ വീടുകളുണ്ട് എന്നാണ്. ഈ വീടുകളിൽ ഇരുന്ന് ഞങ്ങളെ കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം നൽകുവാൻ കഴിയുന്ന, നിങ്ങൾക്ക് പാപമോചനം നൽകുവാൻ കഴിയുന്ന ഈ വലിയവനായ ദൈവത്തെ കണ്ടെത്തി ഒരു പുതിയ ജീവിതം സമാരംഭിക്കുവാൻ ഈ സുവിശേഷ കേൾവി നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാപം തരുവതു വൻമരണം, ശാപം നിറയും നരകം. പാപം തരുവതു വൻമരണം, ശാപം നിറയും നരകം. കൃപയാൽ ദൈവം നൽകുവതോ ക്രിസ്തുവിൽ പാപവിമോചനമേ. കൃപയാൽ ദൈവം നൽകുവതോ ക്രിസ്തുവിൽ പാപവിമോചനമേ. ജയ ജയ ക്രിസ്തുവിൻ തിരുനാമം. പാപ
പാപികൾക്കാനന്ദ വിശ്രമം നരകാഗ്നിയിൽ നാം എരിയാതെ ചിരകാലം നാം വലയാതെ നരകാഗ്നിയിൽ നാം എരിയാതെ ചിരകാലം നാം വലയാതെ പരഗതി നമ്മൾ കരുണാനാൻ പരമസുതൻ വന്നിഹ നരനാൻ പരഗതി നമ്മൾ കരുണാനാൻ പരമസുതൻ വന്നിഹ നരനാൻ ജയ ജയ ക്രിസ്തുവിൽ തിരുനാമം പാപികൾക്കാനന്ദ വിശ്രമം ജയ ജയ ക്രിസ്തുവിൽ തിരുനാമം പാപികൾക്കാനന്ദ വിശ്രമം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിവിധങ്ങളായ പ്രത്യേകതകൾ അത് ഈ പ്രദേശത്തോടുള്ള ബന്ധത്തിൽ എவ்விധം അത് അവർക്ക് ആവശ്യമായിരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായ നിലയിൽ പ്രിയ സഹോദരങ്ങൾ കൂടെ കേൾക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ സമാധാനത്തിൻ്റെ ദൈവത്തെ കണ്ടുമുട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും ഈ ബന്ധനത്തിൽ തന്നെ തുടരുന്ന പ്രിയപ്പെട്ടവർ എങ്ങനെ ആര് മുഖാന്തരം ഈ ബന്ധനം അഴിയുമെന്ന് മനസ്സിലാകാതെ ഇപ്പോഴും അതിൻ്റെ ഊരാക്കുടുക്കുകളെ മനസ്സിലാകാതെ പിന്നെയും അതിലേക്ക് തന്നെ നിബന്ധിക്കുകയാണെങ്കിൽ അവരോടുള്ള ബന്ധത്തിൽ ഇതാ സമാധാനത്തിൻ്റെയും ബന്ധനങ്ങളെ അഴിക്കുന്നവനുമായ യേശു ക്രിസ്തു നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്നുള്ളൊരു സന്ദേശമാണ് പ്രിയ സഹോദരനിൽ കൂടെ കേട്ടത്. അത് മാത്രവുമല്ലല്ലോ, താൻ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ഇന്ന് കേട്ട ഈ വചനത്തിനെ അനുസരിച്ച് ജീവിതങ്ങൾ യഥാസ്ഥാനപ്പെടാതെ രക്ഷ എന്ന് പറയുന്ന വലിയ അമൂല്യ സമ്പത്തിനെ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടും അതിൻ്റെ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ യഥാസ്ഥാപനം സംഭവിച്ച് ശരിയായ പാതയിൽ മുൻപോട്ട് പോകുവാൻ ഇടയായി തീരണം. അതിന് തക്കവണ്ണം അധികാരസ്ഥനായിട്ട് നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപാകെ പ്രിയ സഹോദരനിൽ കൂടെ വരച്ച് കാണിക്കപ്പെട്ടത്. പ്രിയ സഹോദരൻ ദൈവം ധാരാളമായിട്ട് സഹായിച്ചല്ലോ. ദൈവത്തിന് മഹത്വം. തുടർന്നും പ്രിയ സഹോദരൻ ധാരാളമായിട്ട് ദൈവത്തിന് പ്രയോജനമുള്ളവനായിട്ട് തീരുവാൻ തുടർന്നും പ്രിയ സഹോദരൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ നിലയിൽ പ്രാർത്ഥനയോട് കൂടെ തന്നെ ഈ പ്രദേശത്തെ ഓർത്ത് തുടർന്നും പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇപ്പോൾ നന്ദിയുടെ ചില വാചകങ്ങൾ പറയുന്നതിനായിട്ട് വൈമിഫ് തൃശ്ശൂർ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജിംസൺ സഹോദരനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ നാളുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് ഈ ഭവനാങ്കണത്തിൽ ഒരു സുവിശേഷ യോഗം സംഘടിപ്പിക്കണമെന്നുള്ളത്. ഈ ഭവനവുമായിട്ട് വളരെ ദീർഘവർഷത്തെ ബന്ധം എനിക്കുണ്ട്. ഈ ഭവനത്തിൽ താമസിക്കുന്ന പ്രിയ ലിജോയ്, ഞാൻ എൻ്റെ ജോലിക്ക് ഇറങ്ങിയ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ്. 25 വർഷങ്ങളിലേറെ മുമ്പ് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ആ നിലയിൽ ഇവിടെ കടന്നു വന്ന് ഈ സ്ഥലത്തൊരു യോഗം നടത്തണമെന്ന് ആഗ്രഹിച്ച് ഞാനും സ്പർജ സഹോദരനും കൂടെ ഇവിടെ കടന്നു വന്നപ്പോഴാണ് ഈ ഭവനമാണ് ഇതിനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വിശേഷാൽ ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകാൽ ആ അമ്മച്ചി, ആ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഈ സമയം YMF തൃശ്ശൂർ യൂണിറ്റിൻ്റെ പേരിൽ അറിയിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് ആരെ വിളിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ നിലയിൽ കർത്താവിൻ്റെ മോൻസൺ സഹോദരൻ്റെ പേരാണ് ഞങ്ങൾക്ക് ആ നിലയിൽ ചിന്തിപ്പാനും മനസ്സിലാക്കുവാനും താല്പര്യവുമുണ്ടായത്. പ്രിയപ്പെട്ടവനെ സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ കടന്നു വരാമെന്ന് അറിയിക്കുകയുണ്ടായി. ആ നിലയിൽ ആ സഭ എല്ലാ സഹകരണത്തോടും കൂടെ പ്രിയപ്പെട്ടവരെല്ലാവരും കടന്നു വന്നു എന്നുള്ളത് വളരെ സന്തോഷത്തിന് കാരണമാണ്. വിശേഷാൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുവാനായിട്ട് സിയോൻ സഭയെ സമീപിച്ചപ്പോൾ അവരും ആ നിലയിൽ അത് സന്തോഷമാണ് എന്ന നിലയിൽ അറിയിക്കുകയും ആ സഭയുടെ സഹകരണത്തിൽ തന്നെ ഈ നിലയിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. ആ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. മക്കള് പാട്ടുകൾ പാടുവാനായിട്ട് YMFന്റെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ആ നിലയിൽ വളർന്നു വരുന്ന മക്കൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവിധ സ്ഥലം സഭകളിലെ കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ആ നിലയിൽ പാട്ടുകളെല്ലാം പാടി സഹായിക്കുന്നുണ്ട്.
പ്രിയ മക്കളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ആ നിലയിൽ ധാരാളം അവസരങ്ങൾ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ സ്പർജൻ സഹോദരനാണ് ഈ മീറ്റിംഗ് ലീഡ് ചെയ്തത്. വളരെ നല്ല നിലയിൽ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനും കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രചോദനം ലഭിക്കുന്ന നിലയിലുള്ള ചിന്തകൾ പങ്കുവയ്ക്കുവാനൊക്കെ വലിയനായ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. അതുപോലെ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശനിവാസികൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഇങ്ങനെ റോട്ടിലൊക്കെ ഇരുന്ന് ഒരു മീറ്റിംഗ് നടത്തുവാനായിട്ടുള്ള അനുവാദം പ്രിയപ്പെട്ടവരിൽ നിന്ന് ലഭിച്ചതിനായിട്ട് ഈ പരിസരവാസികളോടുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. YMF തൃശ്ശൂർ യൂണിറ്റ് ഇതുപോലെ വീടിൻ്റെ മുറ്റത്ത് പല മീറ്റിങ്ങുകൾ ക്രമീകരിച്ചു വരുന്നു. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഹൃദയത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിലും ഇത് നടത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ട് എങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ആ നിലയിൽ നമുക്കത് വളരെ സന്തോഷത്തോടുകൂടെ അത് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. വലിയ ദൈവം സഹായിക്കട്ടെ. ഈ ശബ്ദ ക്രമീകരണങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. നെല്ലിക്കുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിൻസ് ഈ സിയോൻ സഭയിൽ അംഗമാണ്. പ്രിയപ്പെട്ടവൻ അത് വളരെ സന്തോഷത്തോടെ നൽകി നമ്മളെ സഹായിച്ചു. പ്രിയപ്പെട്ടവനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇംഗ്ലീഷ് പാട്ട് പാടി നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിച്ച പ്രിയ ജോയ് സഹോദരനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി YMFിൻ്റെ പേരിൽ അറിയിക്കുന്നു. പ്രാർത്ഥനയിലെല്ലാം പല പ്രിയപ്പെട്ടവരും സഹായിച്ചു. നമ്മളൊന്നിച്ചാണ് ആ നിലയിൽ കാര്യങ്ങളെല്ലാം ചെയ്തത്. എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല. പ്രിയ രാജുചേട്ടനും ആ നിലയിൽ നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം നടക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് വീണ്ടും നമുക്ക് കാണുവാനായിട്ടൊക്കെ അവസരമൊരുക്കുന്ന പ്രിയപ്പെട്ടവനാണ്. അത് സ്ഥിരമായിട്ട് അത് ചെയ്തു വരുന്നു. പ്രിയപ്പെട്ടവൻ്റെ ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ വലിയ നന്ദി ഈ സമയം ഞങ്ങൾ പ്രകാശിപ്പിക്കുകയാണ്. ഈ ഭവനത്തിൻ്റെ പേരിലും എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ആ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ മാത്യു സഹോദരൻ, താളിക്കോട് സഭയുടെ എൽഡറായിരിക്കുന്ന പ്രിയ സഹോദരൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കും. വളരെ ശാന്തമായും സമാധാനത്തോടു കൂടെയും അതിനുശേഷം നമുക്ക് പിരിഞ്ഞു പോകാം. പിരിവർഷത്തോടെ സമാധാനത്തോടുകൂടെ ഈ പ്രദേശത്തെ പ്രാർത്ഥന ഓർക്കുവാനുള്ള ബാധ്യതയോടുകൂടെ നമുക്ക് മടങ്ങിപ്പോകാം. ഇപ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ സഹോദരനെ മുന്നിലേക്ക് ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുത്തെ സന്നിധി ഞങ്ങൾക്ക് കടന്നു വരുവാൻ ഈ സന്ധ്യാസമയത്തും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഞായറാഴ്ചയുടെ ഈ വൈകിയ സമയത്ത് ഈ കാച്ചേരിയുടെ ഈ പ്രദേശത്ത് കടന്നു വന്ന് അവിടുത്തെ മാറ്റമില്ലാത്ത സുവിശേഷം ഈ പ്രദേശത്ത് ഘോഷിക്കുവാൻ അവിടുന്ന് മക്കളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അനുഭവിച്ച സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രത്യാശ ഇവിടെയുള്ള ജനത്തോട് പറയുവാൻ YMFനെ അവിടുന്ന് അധികാരപ്പെടുത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നശിച്ചു പോകുന്ന ദൈവത്തെ അറിയാത്ത ഒരു ജനം ദൈവശബ്ദം കേൾക്കുവാൻ, സമാധാനത്തിൻ്റെ ദൈവത്തെ അറിയുവാൻ, യഥാസ്ഥാപനം ഉണ്ടാകുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കേട്ടതുപോലെ അനേക കോടി ജനങ്ങൾ ലോകത്തിൻ്റെ മാലിന്യത്തിൽ ജീവിക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് തെറ്റുകളിലേക്ക് ആഴ്ന്ന് ഇറങ്ങുമ്പോൾ യഥാർത്ഥമായ സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, കർത്താവെ, അവർ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ ഈ സദ്വർത്തമാനം അത് കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പ്രിയ മോൻസൺ സഹോദരനെ
അവിടുന്ന് ബലപ്പെടുത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. വളരെ വിശുദ്ധമായി ആത്മനിറവിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയ മകനെ അവിടുന്ന് ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട ഗാനങ്ങൾ കർത്താവെ, അതെല്ലാം അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ മൈക്കിൻ്റെ ശബ്ദപരിധിയിലും വിവിധ മീഡിയയിൽ കൂടെയൊക്കെ ഈ സുവിശേഷം അനേകർ കാണുവാനും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ YMBF ചെയ്യുന്ന സുദീർഘമായ ഈ ശുശ്രൂഷയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തങ്ങളുടെ സമയവും തങ്ങളുടെ ധനവും ഇതിനുവേണ്ടി ചിലവഴിക്കുവാൻ പ്രിയ മക്കൾക്ക് അവിടുന്ന് കൊടുത്തിരിക്കുന്ന ആ നല്ല കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ പ്രദേശത്ത് കർത്താവെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതോർത്ത് സ്തോത്രം. ഈ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു അതിനായി സ്തോത്രം. ഇവിടെയുള്ള ചിലരെങ്കിലും ഈ സത്യം അറിയുവാൻ അവരുടെ ജീവിതത്തിൽ കർത്താവിനെ തന്നെ വിശ്വസിക്കുവാനും അത് ഏറ്റെടുക്കുവാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, ആ പുത്രനിൽ വിശ്വസിക്കുവാൻ, ആ രക്ഷ ഏറ്റെടുക്കുവാൻ ഈ പ്രദേശത്തുള്ളവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഈ രാത്രികാലം കർത്താവെ ഒരു അസ്വസ്ഥയുടെ ദിവസമായി തീരുവാൻ, അത് അവരുടെ ജീവിതത്തിന് ഒരു മാറ്റത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഇവിടെ കൂട്ടിവരുത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവിക സമാധാനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു കാലത്ത് ഞങ്ങളും ദൈവത്തെ അറിയാതെ ജീവിച്ചവരായിരുന്നു, ദൈവമില്ലാതെ ജീവിച്ചവരായിരുന്നു. എന്നാൽ കരുണാസമ്പന്നായ ദൈവത്തിന്റെ മഹാസ്നേഹം ഞങ്ങൾ വിധിച്ചപ്പോൾ കർത്താവെ, അവിടുത്തെ ആ വലിയ കൃപ അനുഭവിപ്പാൻ, ആ വലിയ സ്നേഹത്തിന്റെ അംശികളാകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങളിപ്പോൾ കർത്താവെ, ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു, അവിടുന്ന് കൂടിയിരിക്കണം. അവിടുത്തെ വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ അവിടുന്ന് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തെ വീണ്ടും അവിടുത്തെ കരങ്ങളിൽ തിരുന്നു കർത്താവെ. ആരെങ്കിലും ഈ സത്യം അറിഞ്ഞ് ദൈവത്തെ കർത്താവെ അവിടുത്തെ രക്ഷിതാവെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് കർത്താവെ ഈ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ആ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വരും ദിവസങ്ങളിൽ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം കേട്ട വചനത്തിന് മേലും ഈ കാഴ്ചയിൽ താമസിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.